കേരളത്തിലെ കുഞ്ഞു മക്കളുമാർ കേരളത്തിൻ്റെ നിയമവും നിയമ സംവിധാനങ്ങളും നമുക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് വലിയ ആളായാലും ചെറിയ ആയാലും സംസാരിക്കാനും പറയാനും പെരുമാറാനും പറ്റൂ. അതെല്ലാ മക്കളുമാരും മനസ്സിലാക്കണം. ഒരു കെണിയിലും ചെന്ന് പെടരുത്. മയക്കുമരുന്നിലും കഞ്ചാവിലും നിങ്ങൾ ഒരാൾക്കും കൂട്ടി നിൽക്കരുത്. വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കരുത്. റോട്ടും വഴികളും അല്ലെങ്കിൽ വിൽക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാണിച്ചു കൊടുക്കരുത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെ നല്ല നേർവഴിക്ക് നടക്കാൻ വേണ്ടിയാണ് നിയമ സംവിധാനങ്ങൾ. അത് നിങ്ങൾ ഓർത്തോണം. ഒരു കെണിയിലും ചെന്ന് പെടരുത്. ജീവിതം ഒന്നേ ഉള്ളൂ. പഠിക്കുന്ന മക്കളുമാർ പഠിച്ച് ജയിച്ച് ജോലി മേടിക്കുക. ജോലിക്ക് പോകുന്ന മക്കളുമാർ ജോലി ചെയ്ത് കുറച്ച് പൈസ സേവ് ചെയ്യുക. എന്നെങ്കിലും ജീവിക്കാൻ പറ്റൂ. സമയമാകട്ടെ, നാളെ ജോലി ഉണ്ടല്ലോ, മറ്റന്നാൾ ഉണ്ടല്ലോ, മറ്റന്നാൾ ശമ്പളം കിട്ടുമല്ലോ, അല്ലെങ്കിൽ അടുത്ത മാസം ശമ്പളം കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള കാശ് അടിച്ചു പൊട്ടിച്ച് കളയരുത്. ഉള്ള കാശ് 100 കിട്ടിയാൽ 10 സേവ് ചെയ്യുക, 1000 കിട്ടിയാൽ 100 സേവ് ചെയ്യുക. അങ്ങനെ സേവിങ് കൂടെ നമുക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. നാടും വീടും കൂട്ടുകാരെയൊക്കെ സഹായിക്കാൻ പറ്റും. അത് എല്ലാ മക്കളുമാരും മനസ്സിലാക്കണം. ഒരു മക്കളുമാരും കെണിയിൽ ചെന്ന് വിടരുത്. എല്ലാം ഭൂമിയിലാണ്. നല്ല രീതി ജീവിക്കുക. അത് നല്ല വസ്ത്രം, നല്ല ആഹാരം, നല്ല ഭംഗിയായിട്ട് കളിച്ച് ചിരിച്ച് എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മളെ ജീവൻ പോയിട്ട് മേളിൽ ചെന്നിട്ടൊരു സമ്മാനവും അല്ലെങ്കിൽ മറ്റൊന്നും ഒന്നുമില്ല. അതൊക്കെ വെറുതെ വിട്ടാമിട്ട ന്യായങ്ങളാണ്. അതൊന്നും കേട്ട് ഇപ്പോഴത്തെ മക്കളുമാർ പഠിക്കരുത്. എപ്പോഴും ധനം കയ്യിൽ വേണം, കുറച്ച് കൂടുതൽ വേണ്ട. നമ്മൾ പറയില്ലേ, അവർ വലിയവരല്ലേ, അവർക്ക് പൈസ ഉണ്ടല്ലോ, എന്താ അവരുടെ മക്കൾ കഷ്ടപ്പെടരുത്. അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്യും. അതേപോലെ എല്ലാവരും വേണം. നിങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. ഹായ് മക്കളുമാരെ.